റെഡ് ചില്ലീസിൽ മോഹൻലാലിനോടൊപ്പം റോയ കരീന എന്ന കഥാപാത്രമായി അഭിനയിച്ചതോടെയാണ് ലീന മരിയ പോൾ എന്ന നടി പ്രേക്ഷകർക്ക് പരിചിതയാകുന്നത്. മോഡലിംഗിൽ താല്പര്യമുണ്ടായിരുന്ന ലീന തട്ടിപ്പുരാജ്ഞിയായി മാറിയ കഥ ഇങ്ങനെ. ചങ്ങനാശ്ശേരിയിൽ കുടുംബവേരുകളുള്ള ലീനയുടെ മാതാപിതാക്കൾ ദുബായിലായിരുന്നു. മോഡലിംഗിൽ ഒരു കൈ നോക്കാനായി ഡിഗ്രി കഴിഞ്ഞതോടെ ലീന ദുബായിൽ നിന്നും ഇന്ത്യയിലേക്ക് ചേക്കേറി. കുറച്ച് തമിഴ് സിനിമകളിൽ മുഖം കാണിക്കാനായെങ്കിലും നടിയെന്ന നിലയിൽ ഉയരാൻ ലീനയ്ക്ക് സാധിച്ചില്ല. ഇതിനിടെയാണ് ബാംഗ്ലൂരിൽ വെച്ച് തമിഴ്നാട്ടിൽ ശശികലയുടെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം ലഭിക്കാൻ കോഴ കൊടുക്കാൻ ശ്രമിച്ച് പിന്നീട് പിടിയിലായ സുകേഷ് ചന്ദ്രശേഖരനെ കണ്ടുമുട്ടുന്നത്. ആഡംബര ജീവിതം ഇഷ്ടപ്പെട്ടിരുന്ന ലീന സുകേഷിനൊപ്പം ചേർന്നു. പിന്നീടുള്ള ജീവിതം ഒരുമിച്ചാക്കി, ഒരു ലിവിംഗ് ടുഗദർ ജീവിതം. മോഡലിംഗിലും സിനിമയിലും കഴിവ് തെളിയിച്ചില്ലെങ്കിലും ചെന്നൈയിൽ കാനറ ബാങ്കിൽ നിന്ന് 19 കോടി രൂപയുടെ തട്ടിപ്പ് കേസിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പെട്ടു. അതോടെ തമിഴ്നാട്ടിൽ നിന്നും കടന്ന ലീനയും സുകേഷും പിന്നീട് കൊച്ചിയിൽ എത്തി. സിനിമാ പരിചയം മുതലെടുത്ത് ചില രണ്ടാം കിട റോളുകളും പരസ്യങ്ങളും ചെയ്തു. ലീന എന്ന നടിയെ മലയാളികൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് മോഹൻലാലിന്റെ റെഡ് ചില്ലീസിലൂടെയാണ്. ഗ്ലാമർ വേഷങ്ങൾ ചെയ്യാൻ മടിക്കാത്ത ലീനയെ തേടി ചില അഡ്ജസ്റ്റ്മെന്റ് സിനിമാക്കാരും എത്തി. പിന്നീട് കുറഞ്ഞ കാലയളവിൽ നിക്ഷേപത്തുക 10 ഇരട്ടിയാക്കി തിരികെ നൽകുമെന്ന വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയതിന് 2015 ജൂണിൽ അന്നത്തെ പാർട്ണറായിരുന്ന ശേഖർ ചന്ദ്രശേഖറിനൊപ്പം ദക്ഷിണ ഡൽഹിയിലെ ഒരു ഫാം ഹൌസിൽ നിന്ന് അറസ്റ്റിലായതുൾപ്പെടെ നിരവധി കേസുകളിൽപ്പെട്ട ഒരു തട്ടിപ്പുകാരിയായിട്ടായിരുന്നു ലോകം ലീനയെ അറിഞ്ഞത്. ഇടയ്ക്ക് ലീന ആത്മീയതയിലേക്ക് വഴിമാറിയെന്നു സൂചന ലഭിച്ചിരുന്നു. തട്ടിപ്പും വെട്ടിപ്പുമായി നടന്ന ലീന ആത്മകഥ എഴുതുന്നു എന്നതാണ് ലീനയെപ്പറ്റി ലഭിച്ച അവസാന വിവരം. റെഡ് ചില്ലീസ്, ഹസ്ബൻഡ്സ് ഇൻ ഗോവ, കോബ്ര, മദ്രാസ് കഫേ എന്നിവയാണ് ലീന മരിയ പോൾ അഭിനയിച്ച ചിത്രങ്ങൾ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.